ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അനുഗ്രഹപൂർണമാകുന്നതായ ഒരു മഹനീയ ശുശ്രൂഷയുടെ ഭാഗമായി 2 ഭവനങ്ങളിലുള്ളതായ വ്യക്തികളെ കൂട്ടിച്ചേർക്കുന്നതായ ഒരു മഹനീയ ശുശ്രൂഷ. കർത്താവിൻ്റെ കൃപയിലും സാന്നിധ്യത്തിലും ഇതിൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെയും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ അടിയങ്ങൾക്ക് ഇത്രത്തോളം എത്തിച്ചേരുവാൻ ദൈവയുടെയാക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വിവാഹ ശുശ്രൂഷയിൽ കൂടി ഒന്നായിത്തീരുന്നതായ സഹോദരൻ റെനീഷിനെയും സഹോദരി ചിത്രയെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അവരുടെ മുൻപോട്ടുള്ളതായ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന മക്കളായി ജീവിപ്പാൻ ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കള്, ബന്ധുമിത്രാദികള്, ചാർച്ചക്കാര്, ഇന്നിവിടെ സന്നിധിയിലായിരിക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അടിയങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മുൻപോട്ടുള്ള നാളുകളിലും അടിയങ്ങളെല്ലാവരും പരസ്പര സ്നേഹത്തിലും സന്തോഷത്തിലും പരിവർത്തിപ്പാൻ ദൈവം ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായ ഓരോ മക്കളെയും തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ ശുശ്രൂഷ ഏറ്റവും നയിക്കുന്നതായ പാസ്റ്ററോട് കൂടെ ഇരിക്കണം. എല്ലാ കാര്യങ്ങളും ഭംഗിയും ചന്തവും ഉചിതമായി തീരുവാൻ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ എല്ലാവരെയും ശക്തീകരിക്കുക. ദേശത്ത് പഞ്ചവടി ഭവനത്തിൽ ശ്രീമാൻ ദത്തന്റെയും ശ്രീമതി ഉഷാകുമാരിയുടെയും ഏക മകളായി ജനിച്ചു. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ചെങ്ങന്നൂരിൽ തന്നെ നടന്നു. അതിനുശേഷം 11ഉം 12ഉം ക്ലാസ്സുകളിൽ പഠിച്ചത് കണ്ണൂരിൽ ആണ്. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുവാൻ പോവുകയും ബാംഗ്ലൂരിൽ വെച്ച് BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ലിബിയയിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് അധിക നാളുള്ള പരിചയമൊന്നും ഈ കുടുംബവും അല്ലെങ്കിൽ ചിത്രയുമായി ഇല്ല എങ്കിലും ഏതാനും ദിവസങ്ങൾ ചിത്രകൾ ഒരുമിച്ച് വചനം പഠിക്കുവാൻ തക്കവണ്ണം അവസരം, വചന സംബന്ധമായ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ശുഷ്കാന്തി ഉള്ള ഒരു പെൺകുട്ടിയാണ്. മാത്രവുമല്ല, പഠിച്ച് മനസ്സിലാക്കുന്ന ദൈവീയ കാര്യങ്ങൾ പെട്ടെന്ന് അതേപടി അനുസരിപ്പാൻ തക്കവണ്ണം ഉള്ള തീരുമാനം എടുക്കുന്നതിന് യാതൊരു മടിയും ഇല്ല. വളരെ ഗൗരവമായി കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി, വളരെ പ്ലസന്റ്. റിനീഷിനെ സംബന്ധിച്ചിടത്തോളം റിനീഷിന് ചിത്ര തീർച്ചയായിട്ടും ഒരു ഉത്തമ സഖി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചിത്ര ഒരു ഉത്തമ സഖിയായി ഇളകുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവിധമായ ഭാവുകങ്ങളും ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. ദൈവം Mommy
രാജാതി രാജാവേ കർത്തനു തുല്യമാം ആരുമില്ല കീർത്തിക്കും ഞാൻ രാജാതി രാജാവേ കർത്തനു തുല്യമാം ആരുമില്ല മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് യേശുനാഥ നീ എൻ്റെ യേശുനാഥ നീ എൻ്റെ ആശ്രയം യേശുനാഥ. സകലൻ റെനീഷ് ചിത്രയ്ക്കും അതുപോലെ ഇവിടെ ആയിരിക്കുന്ന വിവാഹം കഴിഞ്ഞവർക്കും കഴിയാതായിരിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു മെസ്സേജ് നൽകുവാൻ വേണ്ടി പാസ്റ്റർ കെ.പി. ചെറിയാൻ ക്ഷണിച്ചോളൂ. ദൈവനാമം മഹത്വപ്പെടട്ടെ. വളരെ സന്തോഷം നിറഞ്ഞതായ ഹൃദയത്തിൽ ആഹ്ലാദം അലതല്ലി ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ നല്ല സന്ദർഭത്തില് നാം മാത്രമല്ല നാം വിശ്വസിക്കുന്നതായ സർവ്വത്തിലെ ദൈവം, പതിനായിരക്കണക്കിന് ദൂതന്മാര്, അവരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നതായ ഒരു പ്രത്യേക നിമിഷത്തിന്റെ പക്കലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മനോഹരമായ ഒരു ഗാനം മാത്യു ആലപിച്ചപ്പോൾ അതിൽ കൂടെ ഇതിന്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കുന്ന ദൈവം നിയോഗിക്കപ്പെട്ടതായ പ്രിയപ്പെട്ടതായ റിനീഷും ചിത്രയും അതിൽ കൂടെ കടന്നു വന്നതായ ആ വാക്കുകൾ കൊണ്ട് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഉന്നതവും ശ്രേഷ്ഠവും ഏറിയതായ കുടുംബജീവിതത്തിന്റെ മഹത്വത്തിലേക്ക് നിങ്ങൾ ഉയർത്തുന്നതായ കർത്താവിന്റെ കരങ്ങളുടെ ശക്തി മനസ്സിലാക്കാൻ തരണം സാധിക്കുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളത് ശ്രദ്ധിച്ചു എന്നുള്ളത്. 1988 ഞാൻ ഈ സഭയുടെ ശുശ്രൂഷനെ കടന്നു വരുമ്പോൾ അന്ന് റെനീഷിനെ എനിക്ക് അറിയാം. സമയം വർഷം വളരെ വേഗത്തിൽ മുൻപോട്ട് പോയി. ഇന്ന് പ്രിയ റെനീഷ് കുടുംബം എന്നതായ പവിത്രമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ തൊക്കണം പോവുകയാണ്. ഇരുവരെയും പരിചയപ്പെടുത്തിയതായ സന്ദർഭം ഓർത്തുപോയി. ചിത്രയെ കുറിച്ചുള്ളതായ ആ ചിത്രയെ വർണ്ണിച്ചപ്പോൾ അവളുടെ ജീവിതത്തെ കുറിച്ച്, ദൈവ നിയോഗത്തെ കുറിച്ച്, അറിയുന്നത് അനുസരിക്കാനുള്ളതായ ആ വലിയ താല്പര്യത്തെ കുറിച്ച് എല്ലാം കേട്ടപ്പോൾ റെനീഷിന് വേണ്ടി ദൈവം നിയോഗിക്കപ്പെട്ടവളാണ് ചിത്ര എന്നുള്ളത് തോന്നിപ്പോയി. വിമർത്തറിയ സന്തോഷ സുധീന്ദ്ര കടന്നു വന്നതായ റെനീഷിന്റെയും അതുപോലെ ചിത്രയുടെയും ഒരു ഷീൽ പോലെയുള്ളതായ ക്രിസ്തീയ ആചാരപ്രകാരമുള്ളതായ അല്ലെങ്കിൽ പാശ്ചാത്യ രീതിയിലുള്ളതായ വിവാഹത്തിൽ സംബന്ധിക്കുന്നത് ചിലർക്ക് ആദ്യമായിരിക്കാം. ചിലർക്ക് ഇതൊരു പുതുമയായി തോന്നിയിട്ടുണ്ടാകാം. നിങ്ങളുടെ ജീവിതം അനുദിനം കർത്താവിൽ പണിയണം. ഹൈന്ദവ വിശ്വാസത്തിലെ ത്രിവേണി എന്നതായ ഒരു വിശ്വാസ സംഹിതയിലെ ഗംഗയും യമുനയും ആ നദികളുടെ കൂട്ടത്തിലെ മൂന്നാമത് ഒരു നദിയും കൂടെ ചേരുന്നു എന്നുള്ളതായ സങ്കല്പമാണ് ഇവിടെ സരസ്വതി എന്നതായ സങ്കല്പം. ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഇരുവരും മാത്രമല്ല, നിങ്ങളോട് ഒരുമിച്ച് അനന്തരം കർത്താവും കൂടെ ഉണ്ട് എന്നുള്ളതായ ആ
നയിക്കുന്നതായ ഒരു അനുഭവത്തിൽ കൂടെ, ജീവിത തീരുമാനങ്ങളിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് നിങ്ങൾ ഏറ്റവും വിശുദ്ധിയുടേതായ, ഏറ്റവും സന്തോഷത്തിൻ്റെതായ, ഏറ്റവും ആനന്ദകരമായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ അവസ്ഥയിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കുടുംബത്തിലെ മറ്റാരും പ്രവേശിപ്പാൻ തക്കവണ്ണം ഇവിടെ നിന്ന് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ മാത്രം. അത് സ്നേഹത്തിൻ്റെതായ കാന്തവലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അനുദിനം പണിയപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാം. ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പ്രകാരമുള്ള കുടുംബങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും അന്യാധീനപ്പെട്ടിരിക്കില്ല. കഴിഞ്ഞ 25 കൊല്ലക്കാലം ആത്മാർത്ഥമായ ഒരു കുടുംബജീവിതം നയിച്ചതായ ഒരു സുവിശേഷകരോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ ഒരുമിച്ചാക്കിയതിൻ്റെതായ രഹസ്യം? അദ്ദേഹം പറഞ്ഞു, സ്നേഹം, ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം, പ്രാർത്ഥന. നല്ലത് മാത്രം പോരാ, ക്ഷമിക്കുവാനുള്ളതായ മനസ്സെന്ത് ചെയ്യണം. കുടുംബജീവിതത്തിൽ നിങ്ങളെ പരിപോഷിപ്പിക്കുവാൻ തക്കണം. ഇടയാകട്ടെ നിങ്ങൾ മുഖാന്തരം നിങ്ങളായിരിക്കുന്നതായ കുടുംബം, സമൂഹം, അതോടൊപ്പം തന്നെ നിങ്ങളായിരിക്കുന്നതായ സഭ, കർത്താവിന്റെ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതായ ഒരു വേദിയായി തീരുവാൻ സർവ്വരമ്പരായ കർത്താവ് പ്രത്യേകിച്ച് റിനീഷിനും ചിത്രയ്ക്കും ഇന്ന് നിങ്ങൾ കൈക്കൊള്ളുന്ന തീരുമാനത്തിൽ കൂടെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ സഹായിയായി നിങ്ങളെ മുൻപോട്ട് നയിക്കട്ടെ, നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവിധമായ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് പ്രകാരം ഒരു അവസരത്തെ ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലും ഈ സാക്ഷിയുടെ മുമ്പാകെയും രണ്ട് വ്യക്തികളെ പരിശുദ്ധ വിവാഹത്താൽ ഒരുമിച്ച് ചേർക്കുന്നതിനാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമോ പ്രതിബന്ധമോ ഉണ്ടെന്ന്
നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളിലെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഭയങ്കരമായുള്ള വിധി നാളിൽ നിങ്ങൾ